എല്ലാ സത്യാന്വേഷികൾക്കും എൻ്റെ പ്രണാമം. എല്ലാ സഹജയോഗികൾക്കും ജയ് ശ്രീ മാതാജി. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സഹജയോഗ കേരള യൂട്യൂബ് ചാനലിൽ ഒരു പ്രത്യേക പരിപാടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളപ്പിറവി ദിനം എന്ന് പറയുമ്പോൾ തന്നെ കേരളം ജനിച്ച ദിവസം, നമ്മളെല്ലാവരും ജനിച്ച ദിവസം നമുക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദിവ്യ ചൈതന്യത്തെ ഉണർത്തി, കുണ്ടലിനി ശക്തിയെ ഉണർത്തി, ആത്മസാക്ഷാത്കാരത്തിലൂടെ ധ്യാനം എങ്ങനെ നമുക്ക് എത്തിച്ചേരാം, ധ്യാനസ്ഥിതിയിലേക്ക് എത്തിച്ചേരാം എന്ന് വളരെ ലളിതമായിട്ടും സരളമായിട്ടും നമുക്കിന്ന് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം തന്നെയാണ്. ഉദ്ഘാടനത്തിൽ എനിക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരമപൂജ്യ ശ്രീ മാതാജി നിർമ്മലാ ദേവി. ശ്രീ മാതാജി ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ ദിവ്യമായ ജ്ഞാനം മനുഷ്യരാശിക്ക് പകർന്നു കൊടുക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്തതുകൊണ്ടാണ് ഇന്ന് സഹജയോഗ 150-ൽ പരം രാജ്യങ്ങളിൽ അഭ്യസിക്കുന്നത്. ഇതിൻ്റെ സുഖം, ഇതിൻ്റെ സന്തോഷം, ഇതിൻ്റെ സംതൃപ്തി അറിയുന്നത് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് സഹജയോഗികളാണ്. അതിന് ശ്രീ മാതാജിയെ മറ്റാരെക്കാളും ആദ്യം ക്ഷണിക്കുന്നത് ശ്രീ മാതാജിയെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. Her Holiness Shri Mataji Nirmala Devi National Trust അതിൻ്റെ വൈസ് ചെയർമാൻ ദിനേശ് റായി IAS, അദ്ദേഹത്തിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Jai Shri Mataji, we have come to know that the Kerala collectivity is organizing a one-day meditation program on 1st of November on the eve of Kerala Day. We will like to wish on behalf of National Trust and all the Sahaj Yogis of India best wishes for success of this program. This program is being organized immediately after Navratri, when the atmosphere is very divine, full of vibrations, and this will definitely help in getting success in spreading Shri Mataji's message of love, and will help all the new seekers attain self-realization. As we all know that National Trust has decided to have a target of 100 million self-realization as a tribute, as an offering for our Divine Mother 100th birthday. So this program will definitely help in achieving that goal. Once again, all the best wishes to the Kerala collectivity for the success of the program. Jai Shri Mataji. ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ആശംസ തന്നിരിക്കുന്നത് ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഷാ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം ധ്യാനത്തെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള ആളും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ പകർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഏതൊന്നറിഞ്ഞാലാണോ അവസാനത്തെ അറിവാകുക, അത് അവനവനെ തന്നെ അറിയുക എന്നതാണ് എന്ന് തിരുമൂലരുടെ തിരുമന്ത്രത്തിൽ പറയുന്നു. എന്നിലും നിന്നിലും ഉണ്ട്, അവൻ മണ്ണിലും വിണ്ണിലും ഉണ്ട്,
എന്നല്ലേ എങ്ങും നിറഞ്ഞോൻ എന്നാലും കാണില്ല ആരും എന്നാണ് ചട്ടമ്പി സ്വാമികൾ അതിനെക്കുറിച്ച് പറയുക. അവനവനെ തന്നെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. അവനവൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അവനെ അറിയണമെങ്കിൽ അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. ആ സ്വയം അറിയലിനുള്ള നിരവധി മാർഗങ്ങളിൽ ഒന്ന് ഭാരത സംസ്കാരം ഉപദേശിക്കുന്ന യോഗയാണ്. അതിൽ തന്നെ ധ്യാനത്തിന് പ്രാധാന്യം നൽകുന്നതാണ് സഹജ യോഗ. കേരള സഹജയോഗ യൂട്യൂബ് ചാനലിൽ ഐക്യകേരള പിറവി ദിനമായ മലയാള ദിനമായ നവംബർ 1-ാം തീയതി ഈ സൗജന്യ പരിശീലന പരിപാടി സമുദ്ഘാടനം ചെയ്യുകയാണ്. അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. സ്വയം അറിയലിലൂടെ ആരോഗ്യമുള്ള ഒരു ശരീരവും ഒരു മനസ്സും ഉണ്ടാകുന്നു. ആരോഗ്യമുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്. ശാന്തിയും സമാധാനവും ഉള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കേരള സഹജയോഗ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ സഹൃദയരെയും ഞാനും കൂടി ക്ഷണിക്കുന്നു. എല്ലാ മലയാളികൾക്കും എല്ലാ സഹജയോഗികൾക്കും പ്രത്യേകമായ സ്വാഗതം ഞാൻ ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക്. ഇത് തുടങ്ങുന്നത് രാവിലെ 10 മണിക്ക്. നമ്മൾ ആരംഭിക്കുന്നത് ഒരു ശാസ്ത്രീയ നൃത്തത്തിലൂടെയാണ്. കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടത്തിലൂടെ എങ്ങനെയാണ് കലയും ധ്യാനവും ഒന്നിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ സെഷനിലൂടെ കൂടുതൽ അറിയാൻ സാധിക്കും. തുടർന്ന് സംഗീതം. ധ്യാനവും സംഗീതവുമായുള്ള അഭേദ്യമായ ബന്ധമാണ്. എങ്ങനെയാണ് സംഗീതത്തിലൂടെ നമ്മൾ ആ ധ്യാനസ്ഥിതിയിലെത്തുന്നത് എന്ന് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് സംഗീത രാമപ്രസാദ്, പ്രശസ്ത കർണാട്ടിക് സിംഗറാണ്. അത് കഴിഞ്ഞ് 11 മണിക്ക് സഹജയോഗയിൽ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സർവീസസിലുമുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് വേണ്ടി ഈ സെഷൻ എടുക്കുന്നത്. 11 മണിക്ക് അവരുടെ സെഷനാണ്. 12 മണിക്ക് നമ്മൾ പോലീസ് ഫോഴ്സ്, ഡിഫൻസ് ഫോഴ്സ്, ഫയർഫോഴ്സ് എല്ലാ ഫോഴ്സിലുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ സിറ്റുവേഷൻ, ഈ കോവിഡ് സിറ്റുവേഷൻ നമുക്ക് ചുറ്റുമാണ്. ഒരു ഭീതി പരത്തിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് എല്ലാ സംരക്ഷണത്തിനുമായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും സുരക്ഷിതരായി വീടുകളിൽ തന്നെ ഇരിക്കുന്നത്, അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് സഹജയോഗ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി തന്നെയാണ്. അത് കഴിഞ്ഞ് 1 മണിക്ക് പ്രവാസികൾ കേരളം വിട്ട് പുറത്തു പോയി ജോലി ചെയ്യുകയും കുടുംബത്തിൻ്റെയും ഫാമിലിയിൽ നിന്ന് മാറി നിന്ന് അവരുടെ സ്വപ്നങ്ങളാണ് കേരളം എന്ന് പറയുന്നത്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം. അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് സഹജയോഗ അവരെ സഹായിക്കുന്നതും അതിലൂടെയുള്ള അനുഭവമാണ് നമ്മൾക്ക് 1 മണിക്ക് ഉള്ള സെഷനിൽ അവർ തരുന്നത്. 2 മണിക്ക് നമ്മുടെ യുവാക്കൾക്ക് എങ്ങനെയാണ് ധ്യാനം സഹായകമാകുന്നത്, എങ്ങനെ നമുക്ക് തന്നെ നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതിലൂടെ. അത് കഴിഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും, വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ അഭ്യസിക്കാനുള്ള ഒരു സെഷനാണ് 3 മണിക്ക്. 4 മണിക്ക് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, പിന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ, സ്കൂൾ സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിപാടിയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ധ്യാനം ഒന്ന് തന്നെയല്ലേ, എന്തിനാണ് വേറെ വേറെ സെഷൻ്റെ ആവശ്യം? ധ്യാനം ഒന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ധ്യാനം ചെയ്യുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ ധ്യാനം പരിശീലിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരിൽ നിന്ന് കേട്ടറിയുമ്പോഴാണ് എനിക്കും ഇത് എത്രത്തോളം ഫലപ്രദമാണ്. ധ്യാനത്തിലൂടെ ഒരു ശാരീരികമായും മാനസികമായും വൈകാരികമായും അതിലുമുപരി ആത്മീയമായും നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കും എന്നുള്ള ഒരു ഫുൾ പാക്കേജാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇത് എൻജോയ് ചെയ്യുക, പരിശീലിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി തന്നെയാണ്
മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഇതിലൊരു ഫീസും നമ്മൾ ഈടാക്കുന്നില്ല. കാരണം സഹജയോഗ ഈ ലോകം മുഴുവനും അഭ്യസിക്കുന്നത് യാതൊരു ഫീസും ചാർജ് ചെയ്യാതെയാണ്. കാരണം അത് അത്രയും ദിവ്യവും പരിശുദ്ധവുമാണ്. അതിന് നമുക്കൊരു പൈസയുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു കേരളപ്പിറവി ദിനവും ആശംസിക്കുന്നു. നമസ്കാരം. നിറമതു പുതിയ പൂക്കളം തന്നിൽ വിലസിന മൂലതായേ. നിറമതു പുതിയ പൂക്കളം തന്നിൽ വിലസിന മൂലതായേ. മൂലതായേ വിലസിന മൂലതായേ. മൂലതായേ മൂലതായേ. ഹിതത്തോടിന്നിവിടെ എഴുന്നള്ളി അടിയാരുടെ മേലെ ദുരിതമകവ വിലസിന മൂലതായേ. മൂലതായേ മൂലതായേ. വിളകൊടു ഗണപതിയും നിറപറയും നിറത്തിന പന്തലകത്ത് വെളുത്തരി പൊടിച്ചങ്ങിടിച്ച മഞ്ഞൾ കൊണ്ട് വെളുത്തരി പൊടിച്ചങ്ങിടിച്ച മഞ്ഞൾ കൊണ്ട് എഴുതിന കളത്തിനകത്ത് വിലസിന മൂലതായേ. മൂലതായേ മൂലതായേ. പള്ളിവാളും വട്ടകയുമായി ഇളക്കമോടെഴുന്നള്ളും അമ്മേ. പള്ളിവാളും വട്ടകയുമായി ഇളക്കമോടെഴുന്നള്ളും അമ്മേ. കളിക നിറയും അരിയും പൂങ്കുലയും വിളക്കിലെ തിരിയും കൊളുത്തി. കളിക നിറയും അരിയും പൂങ്കുലയും വിളക്കിലെ തിരിയും കൊളുത്തി. തിടുക്കണ്ണങ്ങെടുത്തു കളം വലം വച്ച് തിടുക്കണ്ണങ്ങെടുത്തു കളം വലം വച്ച് ഉരവയിട്ടടിമ പുകഴ്ന്ന് വിലസിന മൂലതായേ. മൂലതായേ മൂലതായേ. അമ്മേ അമ്മേ അമ്മേ
My greetings to all of you. My pranams to my Guru, our teacher, our spiritual Guru, Shri Mataji, Shri Nirmala Devi. कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सर्वकार्येषु सर्वदा ॐ त्वमेव साक्षात् श्री गणेश साक्षात् श्री आदिशक्ति माताजी श्री निर्मला देव्यै नमो नमः। I'm very happy to be with all of you to do this presentation on this music and meditation. Today we'll be seeing what is this relationship between the different ragas we sing, how it has an inner effect inside our being, and how there are different energy centers which are there placed within us called the chakras, and how there is a beautiful power that has created us and it is there within us, and what is the relationship between all of this. And this is all completely divine and it is completely connected with the supreme power. Music is a great gift of God and it is there to praise Him and it is there to sing His glory. So to begin with, we know that in a concert or wherever we go, when a musician is singing, and when we are lost into that singing part, we automatically close our eyes, we just shake our heads, or there is a rhythm in your body, or you do some thalam or something. This all happens enjoying the music. That is, we are completely thoughtless and one with the music. So, and who is actually doing this? We are not consciously doing this. It is that energy, the creator energy that is there, which is actually enjoying that, and which we do it unconsciously. So we are going to talk about that divine energy which is helping us, which is there every moment to do all the help to give us the comfort. Sahaj Yoga is a very simple and spontaneous, effortless meditation which is made easy for everybody, and it is a great gift to humanity by our Guru, our teacher, Shri Mataji, Shri Nirmala Devi. And this is now being practiced in more than
140 countries, and people from all walks of life, faith, culture, religion, any profession, and there is no age limit. Anybody can practice it because it is very, very simple. Now we will move on to the relationship between the music and the meditation. But to understand this better, we need to know what is this inner Shakti I was talking about, the Creator's power that is there within us. Like God has created us so beautiful in the form of human beings, and His desire is that all of us need to be happy, all of us need to be peaceful and loving, caring for each other, and feel the love of God always. So there is this desire of God, the power of God residing within us, called the Kundalini Shakti. She is called the Shakti. She is the mother who knows everything about us in all our janmas, and she is always there within us, and she is just waiting for a chance to help her child. When she awakens within us, when the Kundalini Jagrit, when it is getting enlightened, she passes through different centers. What does centers means? Energy centers is nothing but chakras, and these chakras are scientifically nothing but a bundle of nerves called the plexus, which takes care of different organs within us. So she passes through our spine. She then crosses our Brahmarandra, the fontanel bone area, the top of her head, and gets connected to the all-pervading divine love of God. So when this happens, we feel tremendous peace inside. We feel the calmness, we feel the balance, and we feel so protected and secured inside. And all the creative powers of God and all the beauty and bounties of God, we also start enjoying. And personally for me, I have been doing it for last so many years, and the difference is, before when I had to do a concert or when I have to sing something, I had to really plan so much, and what swara comes next, what I have to present this. So much planning is there, and stage fear is there to give any small presentation. And now the spontaneity and creativity and more of bhakti and emotion and devotion to the Lord, that is the difference I could see after the meditation, and moreover you enjoy doing it. That is the main point. സംഗീത പറഞ്ഞതുപോലെ സംഗീതം നമുക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ വരമാണ്, ഒരു അനുഗ്രഹമാണ്. സംഗീതം എപ്പോഴും നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാറുണ്ട്. ശുദ്ധ സംഗീതത്തിന് നമ്മളുടെ ധ്യാനവും സുഗമമാക്കാൻ സാധിക്കും. പരമചൈതന്യത്തിൻ്റെ ഒരു സ്ത്രീ ശക്തി നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തൃകാസ്ഥിയിൽ 3.5 ചുറ്റായി സ്ഥിതി ചെയ്യുന്ന ഈ എനർജിയെ, ഈ ശക്തിയെയാണ് നമ്മൾ കുണ്ടലിനി എന്ന് പറയുന്നത്. അനശ്വരമായ സനാതനമായ ഈ ശക്തി ഒരമ്മ തൻ്റെ മക്കളെ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ സംരക്ഷിക്കുന്നു, അതുപോലെ നമ്മളെ ഏവരെയും പരിപാലിക്കാൻ സദാ സന്നദ്ധമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഏത് ജന്മത്തിലും എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുള്ള ഈ ശക്തി, നമ്മളുടെ ഭൂതവും ഭാവിയും എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ഈ ശക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മളുടെ ഒരു വിളിക്കായി കാത്തിരിക്കുകയാണ്. ഈ ശക്തി നമ്മളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആശ്വാസവും ക്ഷേമവും സ്വാന്തനവും എല്ലാം സമയാസമയങ്ങളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്ന് വേണ്ട, നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇതോടുകൂടി ഒരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. സഹജയോഗിയുടെ ഗുരുവായ പരംപൂജ്യ ശ്രീ മാതാജി ശ്രീ നിർമ്മലാദേവിയുടെ ഫോട്ടോഗ്രാഫിൻ്റെ സാന്നിധ്യത്തിലും നമ്മുടെ ശുദ്ധ ഇച്ഛയിലും മാത്രമേ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഈ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതിനും ഈ ശക്തി നമ്മളിൽ ഉണരുന്നതിനും നമ്മുടെ ശരീരവും മനസ്സും സജ്ജമാകുന്നതിനും വേണ്ടി സംഗീത രാമപ്രസാദിൻ്റെ ഒരു കീർത്തനം നമുക്ക് ആസ്വദിക്കാം. കീർത്തനം നിർമ്മലതായി, രാഗം ബൗളി. Ah
நிர்மலதாயே எழுந்தருள்வாயே, நிர்மலதாயே எழுந்தருள்வாயே, நிர்மலதாயே எழுந்தருள்வாயே, கருணாநிதியே சரணம் சரணம், நிர்மலதாயே எழுந்தருள்வாயே, கருணாநிதியே சரணம் சரணம், நிர்மலதாயே. கோட்டி ஜென்மத்தின் புண்ணியமோ, கோட்டி ஜென்மத்தின் புண்ணியமோ, உந்தன் பதம் தன்னில் சேரவே வாய்ப்பளித்தாய். கோட்டி ஜென்மத்தின் புண்ணியமோ, உந்தன் பதம் தன்னில் சேரவே வாய்ப்பளித்தாய். நிர்மலதாயே எழுந்தருள்வாயே, கருணாநிதியே சரணம் சரணம், நிர்மலதாயே. சிவபெருமானின் தூய ஈச்சையே, சிவபெருமானின் தூய ஈச்சையே, அவதரித்தாயே ஆதிசக்தியே, அவதரித்தாயே ஆதிசக்தியே, கலியின் கொடுமை தன்னை, கலியின் கொடுமை தன்னை அகற்றவே பிறந்த, கலியின் கொடுமை தன்னை அகற்றவே பிறந்த, குருவும் நீயே தெய்வமும் நீயே, குருவும் நீயே தெய்வமும் நீயே, நிர்மலதாயே எழுந்தருள்வாயே, கருணாநிதியே சரணம் சரணம், நிர்மலதாயே. அம்மா குண்டலினி தாயே எழுந்தருள்வாயே, அம்மா മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങളാണുള്ളത്. ഒരു പ്രത്യേക ക്രമത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഞരമ്പുകളുടെ ഒരു കെട്ടിനെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. ശുദ്ധ സംഗീത രാഗങ്ങൾക്ക് നമ്മുടെ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും. ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ശുദ്ധ സംഗീത രാഗങ്ങൾക്കനുസരണമായി നമ്മുടെ ചക്രങ്ങളും കുണ്ടലിനിയും പ്രതികരിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട്. കർണാട്ടിക്കിലെ ഓരോ രാഗങ്ങൾക്കും നമ്മളുടെ ചീത്ത ഇമോഷൻസിനെ, അതായത് നമ്മുടെ ദേഷ്യം, ഉത്കണ്ഠ, ഡിപ്രഷൻ ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ആദ്യത്തെ ചക്രമായ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തായി, അതായത് കുണ്ടലിൻ്റെ തൊട്ടു താഴെയായിട്ടാണ്. ശ്രീ ഗണേശനെയാണ് മൂലാധാര ചക്രത്തിൻ്റെ ആരാധനാമൂർത്തിയായിട്ട് കണക്കാക്കുന്നത്. ഈ ചക്രത്തിൻ്റെ രാഗം ഹംസധ്വനിയാണ്. ഹംസധ്വനിയിലുള്ള രാഗം എല്ലായ്പ്പോഴും ഒരു ഉണർവ് നൽകുന്നതാണ്. ഈ രാഗം എല്ലായ്പ്പോഴും നമുക്ക് നല്ല ഉണർവും പ്രസന്നതയും ഒരു ഓസ്പീഷ്യസ്നെസ്സും ബ്രൈറ്റ്നെസ്സും എല്ലാം തരുന്ന ഒരു രാഗമാണ്. മൂലാധാരത്തിന് തൊട്ടു മുകളിലായി സ്വാധിസ്ഥാന ചക്രം, അതിന് മുകളിലായി നാഭി പിന്നെ നമ്മളുടെ ഹൃദയചക്രം, അതായത് അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നു.
അടുത്തതായി സംഗീത ആലപിക്കാൻ പോകുന്ന കീർത്തനം അംബ ജഗദംബ, രാഗം ദുർഗം. കുണ്ടലിനി വന്ന് ഈ ചക്രം ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ദുർഗാമാതയുടെ ഗുണങ്ങളായ സെക്യൂരിറ്റി ഫീലിങ്സ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ്, ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഇതെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങും. കൂടാതെ നമ്മളുടെ ഹൃദയം ഓപ്പൺ ഔട്ടായി നമുക്ക് എല്ലാവരോടും ഒരു ആത്മാർത്ഥമായ ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട്. अम्बा जगदम्बा दुर्गे माँ, अम्बा जगदम्बा दुर्गे माँ, परम चैतन्य लहरी सुंदरी अम्बा जगदम्बा दुर्गे माँ, परम चैतन्य लहरी सुंदरी अम्बा जगदम्बा दुर्गे माँ, परम चैतन्य लहरी सुंदरी अम्बा जगदम्बा दुर्गे माँ. अनाहत चक्र अनंत रक्षकी जगदम्बा अम्बा, अनाहत चक्र अनंत रक्षकी आत्म साक्षात्कार बोधिनी रंजनी, आत्म साक्षात्कार बोधिनी रंजनी अम्बा जगदम्बा दुर्गे माँ, परम चैतन्य लहरी सुंदरी अम्बा जगदम्बा दुर्गे माँ. माया स्वरूपिणी भवभय विमोचनी, माया स्वरूपिणी भवभय विमोचनी, सर्वविधारिणी सहज योगिनी, सर्वविधारिणी सहज योगिनी, वीर शूर गंभीर धीरा, वीर शूर गंभीर धीर, क्षेमा करि निर्मला, क्षेमा करि निर्मला, भयं देहि अम्बा जगदम्बा दुर्गे माँ, क्षेमा करि निर्मला,
अभयं देहि अम्बा जगदम्बा दुर्गे मा परम चैतन्य लहरी सुन्दरी अम्बा जगदम्बा दुर्गे मा അടുത്തതായി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ വിശുദ്ധി ചക്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കീർത്തനമാണ്. നമ്മുടെ വിശുദ്ധി ചക്രം നമ്മുടെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ഈ ചക്രത്തിൻ്റെ ആരാധനാമൂർത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ ചക്രം കുണ്ടലിനി ഉണർന്നു വന്ന് ഈ ചക്രം ശുദ്ധീകരിച്ചു തുടങ്ങിയാൽ നമുക്ക് ജീവിതമെല്ലാം ഒരു ലീലയായി കാണുവാൻ ഉള്ള ഒരു കഴിവ് കിട്ടുന്നതായിരിക്കും. നമ്മളെല്ലാറ്റിനും ഒരു സാക്ഷീഭൂതരാവുന്നതും നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ ഒരു മാധുര്യം നിറയുന്നതായിട്ടും അനുഭവപ്പെടാം. എല്ലാവരോടും നമുക്കൊരു ഡിപ്ലോമസിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും ഉണ്ടാകുന്നതാണ്. കൂടാതെ നമ്മൾക്ക് ഈശ്വര ചൈതന്യം നമ്മുടെ ശരീരത്തിലും കൈകളിലും അനുഭവിച്ചറിയാനുള്ള ഒരു കഴിവും കൂടെ ഈ ചക്രം ശുദ്ധീകരിക്കുന്നതിലൂടെ ലഭിക്കുന്നു. Now I'll be presenting a song on Sri Krishna. He is the embodiment of all sweetness, madhuryata, and it is a very, very important center for all musicians. We can call this as the ENT specialist, and we pray here that we feel the sweetness of Sri Krishna. Krishna Mukunda Murare, Jaya Krishna Mukunda Murare, Karuna Sagara Kamala Nayaka, Karuna Sagara Kamala Nayaka, Kanakambharadari Upala, Kanakambharadari Upala, Krishna Mukunda Murare, Jaya Krishna Mukunda Murare, Kaliya Nardana Kamsani Shodana, Kaliya Nardana Kamsani Shodana, Kamalaya Danayana, Kamalaya Danayana, Gopala, Kamalaya Danayana, Gopala, Krishna Mukunda Murare, Jaya Krishna Mukunda Murare, Gopi Janamana Mohana Vyapaka, Gopi Janamana Mohana Vyapaka, Kuvalaya Dala Neela, Gopala, Kuvalaya Dala Neela, Gopala, Krishna Mukunda Murare, Jaya Krishna Mukunda Murare, Jaya Krishna Mukunda Murare, Murare, Murare. അടുത്തതായി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് നമ്മളുടെ ആറാമത്തെ ചക്രമായ ആഗ്യ ചക്രത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രാഗമാണ്. ആഗ്യ ചക്രം കുണ്ടലിനി ശുദ്ധീകരിക്കുമ്പോൾ നമ്മളുടെ ഒരു ഈഗോ, സൂപ്പർ ഈഗോ, കൂടാതെ നമ്മളുടെ ഒരു ഹെവിനെസ്, ഒരു പ്രഷർ, ടെൻഷൻ എല്ലാ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും റിലീസ്ഡ് ആവുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. ശ്രീ മഹാവിഷ്ണുവാണ് ഈ ചക്രത്തിൻ്റെ ആരാധനാമൂർത്തി. നമുക്ക് എല്ലാവരോടും മനസ്സ് തുറന്ന് ക്ഷമിക്കാനും എല്ലാവരോടും ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇതിലൂടെ സാധ്യമാകുന്നു. Now I'll try to present a Malayalam song. Please forgive me if the pronunciation is not good for Malayalam, because I basically come from Tamil Nadu. I'll be singing Aliveni Endu Cheyu. It is on Mahavishnu.
ಅಳಿವೇಣಿ ಎಂದು ಚೆಯ್ಯು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೆಯ್ಯು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೆಯ್ಯು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೆಯ್ಯು ನಳಿನ ಮೀಳಿ ಶ್ರೀ ಪದ್ಮನಾಭರ್ಣಿಹ ವನ್ನಿಲ್ಲಲ್ಲೋ ನಳಿನ ಮೀಳಿ ಶ್ರೀ ಪದ್ಮನಾಭರ್ಣಿಹ ವನ್ನಿಲ್ಲಲ್ಲೋ ಅಳಿವೇಣಿ ಜೈವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಜೈವು ಇಂದು ಉದಯ ನಿಶയും ഇന്ദിരാദി രവവും ഇന്ദു ഉദയം നിശയും ഇന്ദിരാദി രവവും മന്ദ മാരുദനു മന്ദ ಚಾರು ಮಲಯ ಜಾಲೆ ಪನ ಮಂದ ಮಾರುದಲು ಚಾರು ಮಲಯ ಜಾಲೆ ಪನ ಕುಂದರ ತೀಸು ಮಗಳು ಕುಂದರಾದೀಸು ಮಗಳು ಕೋಮಳಾಂಗಿ ಸಗಿ ಲೋಕ ಸುಂದರ ಲೋಕ ಸುಂದರನ್ ವರಾನ್ಯ ത്രിലോക സുന്ദരൻ വരാഞ്ഞാൽ ആയ ചൊൽകുമേ പ്രയോജനം സുന്ദരൻ വരാഞ്ഞാൽ ആയ ചൊൽകുമേ പ്രയോജനം മളിവേണി ಜೈವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಜೈವು അടുത്തതായി നമ്മൾ കേൾക്കുന്ന കീർത്തനം നമ്മുടെ സഹസ്രാര ചക്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമാണ് സഹസ്രാര ചക്രം. കുണ്ടലിനി വന്ന് നമ്മുടെ സഹസ്രാര ചക്രം തുറക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ യഥാർത്ഥ യോഗ സാധ്യമാകുന്നത്. അതായത് യൂണിയൻ വിത്ത് ദ ഗോഡ്. നമ്മളുടെ കുണ്ടലിനി ശക്തിയും പരമചൈതന്യവുമായി കൂടിച്ചേരുന്നു. എല്ലാറ്റിൻ്റെയും ഒരു കൂടിച്ചേരൽ, നമ്മളുടെ നാഡികളുടെയും ചക്രങ്ങളുടെയും എല്ലാറ്റിൻ്റെയും ഒരു കൂടിച്ചേരൽ ഇവിടെയാണ് സംഭവിക്കുന്നത്. നമുക്ക് പതുക്കെ നമ്മുടെ പരമചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്
ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ മൊത്തത്തിൽ ആകെ റിലാക്സ്ഡ് ആവണം, ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം അനുഭവിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. I'll be presenting Thaye Ennai Kaakum Deivamum Neeye, where it praises all the deities within our system, and then we pray here for getting our self-realization, for getting our oneness with the divine. So let us offer this prayer and have a desire to feel the divine connection with the all-pervading love of God. தாயே என்னை காக்கும் தெய்வமும் நீயே, தாயே என்னை காக்கும் தெய்வமும் நீயே, எழுந்தருள்வாய் குண்டலினி தாயே என்னை காக்கும் தெய்வமும் நீயே, எழுந்தருள்வாய் குண்டலினி தாயே என்னை காக்கும் தெய்வமும் நீயே, எழுந்தருள்வாய் குண்டலினி தாயே என்னை காக்கும் தெய்வமும் நீயே. மூலாதாரநாயகனே விநாயகனே, தடைகளகற்றும் பிரம்மதேவ சரஸ்வதியே, स्वादिष्ठानति नरसिये, ब्रह्मदेव सरस्वतिये, स्वादिष्ठानति नरसिये, धर्मतिन तलैवने, महालक्ष्मी महाविष्णुनाभिलम्बा जगदम्बा, அம்பா ஜெகதம்பா, அநாகத்தில் வீற்றிருக்கும் தாயே கிருஷ்ணா, கிருஷ்ணா, கோடி கோடி குளிமை தரும் விசுத்தியில் கிருஷ்ணா, கோடி கோடி குளிர்ந்து இனிமை தரும் விசுத்தியில் தேவனே, என்றும் மன்னித்து அருளும் ஆக்ஞாவில் சஹஸ்ரார சுவாமி நீயே, சஹஸ்ரார சுவாமி நீயே, சப்த ஸ்வரங்களும் நீயே, சரி காமா பாத நீசா தானி தப மகரி சரி கம பத நிச தானி தப மகரி சஹஸ்ரார சுவாமி நீயே, நிர்மல தாயே ஆயிரம் இதழ் கொண்ட தாமரை மலராய் மலர்வாய், மனம் தருவாய் ஒளி சுடராய் உன்னுடன் ஒன்றிடவே தாயே என்னை காக்கும் தெய்வமும் நீயே, எழுந்தருள்வாய் குண்டலினி தாயே என்னை காக்கும் தெய்வமும் நீயே. அம்மா അടുത്തതായി നമ്മൾ ആത്മസാക്ഷാത്കാരം നേടുക അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റിയലൈസേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനായി ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു ശുദ്ധമായ ആഗ്രഹമാണ്. നമ്മളുടെ ശുദ്ധമായ ആഗ്രഹത്തോടു കൂടി മാത്രമേ ഇത് നമ്മൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. ആർക്കും ഇത് ഫോഴ്സ് ചെയ്ത് തരാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. നമ്മളുടെ കണ്ണ് പതുക്കെ അടച്ച് നമ്മളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ ഇടത് ഭാഗത്ത് ഇടത് കൈ നമ്മളുടെ ഇച്ഛാശക്തിയെയും വലത് കൈ ക്രിയാശക്തിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇച്ഛിക്കുക, ആഗ്രഹിക്കുക. എന്നിട്ട് വലത് കൈ പതുക്കെ നമ്മളുടെ ഇടത് ഭാഗത്ത് ഹാർട്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ കൈയെ നമ്മളുടെ നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പറയുന്ന പ്രാർത്ഥന മനസ്സിലുരുവിടുക. അതിനുശേഷം പതുക്കെ കൈ നമ്മുടെ തലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഉച്ചിയിൽ കൈ ചെറുതായിട്ടൊരു ബലം കൊടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിക്കുക. ഇതിലൂടെ നമുക്ക് നമ്മുടെ ആത്മസാക്ഷാത്കാരം കിട്ടുകയും ആ ദൈവീക ചൈതന്യം അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. Now we'll have the self-realization, which is the most precious gift to humanity by our Guru, Shri Mataji, Shri Nirmala Devi. With a pure desire to feel this love of God,
we open our left hand towards the photograph, and the right hand we place it in our heart, and here we make a very simple prayer with all faith and confidence and say, "O Mother, by your grace I am the pure spirit. Mother, let me feel your love, let me feel the joy and peace. कृपा करें श्री माता जी." Now we'll take our palms, we'll place it in our forehead, and here we make a very beautiful prayer. Mother, I forgive each and everyone in my life, including myself. O Mother, please remove all my ego and superego. Please remove all the pressure in this Agnya Chakra. Kripa karein Shri Mata Ji. All these affirmations you can tell it in your heart. Now a very important step. We take our right hand and place it on top of our head. This is the fontanel bone area, and we place it firmly and rotate the skin for 7 times for the 7 chakras, and make a very nice prayer. O Mother, please give me my self-realization. Please connect me with the divine love of God. Please establish the yoga. Kripa karein Shri Mata Ji. Slowly we can place our hands on the lap and try to feel our palms on top of the head. We can feel the peace. We can feel some changes in our system. And we can do another beautiful step by raising both our palms towards the sky and ask, "O Mother, is this the divine connection? Is this the yoga? Is this the love of God?" Some of us may feel more increased energy in our system. We can bring back both palms to our lap. And we thank Shri Mataji for this self-realization. I thank all the people from Kerala for giving me an opportunity to sing the glory of our Guru Shri Mataji. Thank you so much.
Amen.